ഇന്ന് നമുക്ക് കർക്കിടക സ്പെഷ്യലായിട്ടുള്ള പത്തില തോരൻ ഉണ്ടാക്കാം. അതിനുവേണ്ടി 10 തരം ഇലകൾ എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. മൾബറിയുടെ ഇല, പയറിൻ്റെ ഇല, കോവലിൻ്റെ ഇല, പിന്നെ ഒരു ബസളച്ചീര എന്നൊക്കെ പറയുന്ന വള്ളിച്ചീര, കുമ്പളത്തിൻ്റെ ഇല, ഇത് പിന്നെ നമ്മുടെ ചൊറിയണം. അടുത്തത് ചീരച്ചേമ്പിൻ്റെ ഇലയാണ് കേട്ടോ. ചീരച്ചേമ്പിൻ്റെ ഇല, ഇത് ചേനയുടെ ഇല. ഇനി കാണിക്കുന്നത് ഇത് സാമ്പാർ ജീര, അടുത്തത് തകര. അങ്ങനെ 10 തരം ഇലകളായില്ലേ. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. മത്തയുടെ ഇല, തഴുതാമ ഇല, ചുമലച്ചീര, പച്ചച്ചീര, ആ ഇലകളൊക്കെ എടുക്കാം കേട്ടോ. ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്രയും ഇലകളാണ്. ചീരച്ചേമ്പില, മൾബറിയുടെ ഇലയൊന്നും പത്തലത്തോരനകത്ത് എടുക്കാറില്ല. അതിന് പകരം മറ്റേ ചേമ്പിലയൊക്കെയാണ് എടുക്കുന്നത്. ഇപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്ര ഇലയാണ്. ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് ഒരു തോരനുണ്ടാക്കാം. പെട്ടെന്നൊന്ന് അരിഞ്ഞെടുക്കട്ടെ. ചൊറിയണമൊക്കെ ഇതൊന്നും സൂക്ഷിച്ച് പറിച്ചെടുത്തിട്ടേ നല്ലപോലെ വെള്ളത്തിലിട്ട് നല്ലപോലെ ഒലച്ച് കഴുകിയെടുത്താൽ മതി കേട്ടോ. ചൊറിയത്തൊന്നുമില്ല. കൈയുടെ പുറത്തൊക്കെ തൊട്ടാൽ ചെറുതായിട്ടൊന്നും ചൊറിയും, കൈയുടെ വെള്ളയൊന്നും ചൊറിയത്തൊന്നുമില്ലേ. അപ്പോൾ നമ്മുടെ ഇലകളെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിനാവശ്യമായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസ് നോക്കാം. തേങ്ങ ആവശ്യത്തിന് എടുത്തിട്ടുണ്ട്, മഞ്ഞൾപ്പൊടി, പച്ചമുളക്, ചുമന്നുള്ളി, ഇച്ചിരി വെളുത്തുള്ളി. ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുത്തിട്ട് നമുക്ക് ചട്ടി ചൂടാക്കാം. ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു. എണ്ണ ചൂടാകുമ്പോൾ കടുകല്ലിട്ടത്, അരിയാണ് ഇട്ടത്, ചോറ് വെക്കുന്ന അരി ഒന്ന് വറന്ന് വരുമ്പോഴത്തേക്ക് ഒരു സ്പൂൺ ഉഴുന്നും കൂടി ഇട്ടു. ഇത് രണ്ടും കൂടി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇലയിടാം. ഇലയിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങാക്കൂട്ടും കൂടെ ചേർത്ത് ഒന്ന് മൂടി വെക്കാം. ചെറുതീയിൽ അടച്ചു വെച്ചതിന് ശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട്. അപ്പം വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇലയും നല്ല വെള്ളമുള്ളതാണല്ലോ. ഇലക്കകത്തുനിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. നല്ലപോലെ ആവി വന്നിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റും കൂടെ മൂടി വെക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി തോർന്ന് വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ തുറന്ന് നോക്കി നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കർക്കിടക മാസത്തിലെ അടിപൊളി പത്തിലത്തോരനാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ആദ്യം കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ എല്ലാവർക്കും ബൈ.